ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. കുറച്ച് തടി വേട്ടയ്ക്ക് ഇറങ്ങിയതാണ് നമ്മുടെ കമ്പനിക്കാരനായ മബിയുടെ കമ്പനിയിലേക്ക് പ്ലൈവുഡ് കമ്പനിയിലേക്ക് തടിയുടെ കുറച്ച് പുതിയ വെൻഡേഴ്സും തപ്പി ഇറങ്ങിയതാണ്. തടി അന്വേഷിച്ച് ഞങ്ങൾ അങ്ങ് വാഗമൺ വരെ എത്തി. മീറ്റിങ്ങും ഡീലിങ്സ് എല്ലാം കഴിഞ്ഞ ശേഷം ചെറിയൊരു ചായ കുടിച്ച് പാലൊഴുകുംപാറ പോകാമെന്ന് വിചാരിച്ചു. അന്നാ പാലൊഴുകുംപാറ പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് വരാട്ടുമേട് പുതിയ റോഡ് ടാർ ചെയ്തിട്ടുണ്ട്, വണ്ടി കയറ്റി വിടണമെന്നൊക്കെ പറയണത്. എന്നാ ഒന്ന് പോയി നോക്കണമല്ലോ. അന്നും വിചാരിച്ച് നമ്മുടെ വണ്ടിയും കൊണ്ട് വരാട്ടുമേട് ലക്ഷ്യമാക്കിയിട്ട് അങ്ങോട്ട് വച്ച് പിടിച്ച്. നിയാസ് കെ വ്ളോഗ്സിൽ പറഞ്ഞായിരുന്നു ഇവിടെ മൊത്തം ടാർ ചെയ്തു, നമുക്ക് വണ്ടിയും കൊണ്ട് വരാട്ടുമേട് പിടിക്കാൻ പറ്റില്ല, ഇനി ഓഫ് റോഡേഴ്സ് ഒന്നും ഇങ്ങോട്ട് വരണ്ടാന്ന്. ശരിക്കും ആ കോൺക്രീറ്റ് തേക്കണത് ഞാൻ കാണിച്ചു തരാം. ടോപ്പിലാണ് ഒരു 150 മീറ്റർ കോൺക്രീറ്റ് പാതയുണ്ട്. അതൊഴിച്ച് ബാക്കി താഴേക്കും അതിനപ്പുറത്തേക്കും മേളിലേക്കും ഫുൾ നമുക്ക് ഓഫ് റോഡ് ഓടിക്കാൻ പറ്റിയ റോഡ് തന്നെയാണ് ഇപ്പോഴും. ചിലർ ചോദിക്കും എന്തിനാ നിങ്ങൾ ഓഫ് റോഡ് പോകുന്നത്, എന്തിനാ ഈ കാശിൻ്റെ ഇത്ര കുന്തളിപ്പ് കാണിക്കുന്നതെന്ന്. ആക്ച്വലി ഇത് കാശിൻ്റെ കുന്തളിപ്പല്ല. നമുക്ക് നടന്നു പോകാനോ അല്ലെങ്കിൽ എത്തിപ്പെടാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളിൽ നമ്മളെ കൊണ്ടെത്തിക്കുന്ന ചില വണ്ടികളുണ്ട്. അവ നമുക്ക് എന്നും പ്രിയപ്പെട്ടത് തന്നെയായിരിക്കും. ആക്ച്വലി ഈ റൂട്ടിലൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, താഴേന്ന് മുതൽ ഒരു 5 കിലോമീറ്റർ നിങ്ങൾ നടക്കണം. നമ്മൾ ആ നടക്കണതിന് പകരം നമ്മുടെ വണ്ടിയും കൊണ്ട് ആ ഒരു മല കയറാൻ തീരുമാനിച്ചാൽ അല്ലെങ്കിൽ മല കയറിയാൽ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. അത് നിങ്ങൾ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ആക്ച്വലി ഇവിടെ നമ്മുടെ ഫസ്റ്റ് ടാക്കിളായിരുന്നു, അതായത് മെയിൻ സ്ലഷ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. അത് ഫുൾ അവർ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ടാസ്ക് 1 നഷ്ടമായിരിക്കും. വരാട്ടുമേട് വഴി മൊത്തം കോൺക്രീറ്റ് കേട്ടോ. അതെ ആ സ്ലിപ്പർ ഇട്ടോ. വിട്ടില്ല. ആക്ച്വലി കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് 4 ദിവസമായുള്ളൂ എന്നാ പറഞ്ഞു. പോയില്ല ആക്ച്വലി. ഇന്നത്തെ കാടിയോ ജിമ്മിലെ വരാട്ടുമേട് നിയാസിന്റെ വീഡിയോ ഉണ്ടോന്നാ ഇവിടെ വണ്ടി കയറില്ലെന്ന്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിർത്തി ഇവിടെ പെട്ടെ ഇവിടെ എന്നെ പെടലോട്ടെന്ന് പറയും. പുള്ളി വണ്ടി മേടിച്ചിട്ട് ആഗ്രഹത്തിന് കൊണ്ടുവന്നെയാ. കയറ്റി വിട്ടില്ല. മോള് റിസീറ്റിനകത്തല്ല, കയറ്റി വിടും. എന്നാലും പിന്നെ നമ്മൾ മര്യാദക്കാരെ കൊണ്ട് വേണമെന്ന് വെച്ച് മോള് റിസോർട്ട് അതിൻ്റെ നമ്മുടെ മെയിൻ ടാസ്കുള്ള സ്ഥലം ആ മരം. അയ്യോ നടക്കണ്ടോന്ന്. സുഹൃത്തുക്കളെ, അങ്ങനെ വരാട്ടുമേടെത്തി. ഒരുപാട് പ്രശ്നങ്ങൾക്കൊടുവിൽ വണ്ടി കയറ്റി വിടില്ല എന്നുള്ള തർക്കത്തിനൊടുവിൽ ലാസ്റ്റ് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തി. എവിടെയാണെങ്കിലും നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുക. അത് നമ്മൾ നടന്നാണെങ്കിലും വണ്ടിയും കൊണ്ടാണെങ്കിലും എങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തുക, അത്രേ ഒരു യാത്രയിൽ പറയാനുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം നിയാസിൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് കോൺക്രീറ്റ് ചെയ്തു, അങ്ങോട്ടുള്ള വഴിയൊക്കെ ഇനി ഇങ്ങോട്ട് വരണ്ട, ആരും വരണ്ടെന്നൊക്കെ, മീൻസ് ഓഫ് റോഡേഴ്സ്. പക്ഷെ എന്നാലും ഇവിടെയൊക്കെ വന്ന് കാണേണ്ട സ്ഥലമാണ്. ഇതിൻ്റെ മേളിലേക്കൊക്കെ വണ്ടി ഇനിയും കയറും, ഓഫ് റോഡ് ഇനിയും കയറും. ആ താഴത്ത് കുറച്ചൊരു 2 ടാസ്ക് മാത്രമാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഓഫ് റോഡേഴ്സൊക്കെ ധൈര്യമായിട്ട് പോരാം, ധൈര്യമായിട്ട് വരണം അല്ലേ, വരണം എന്നേ പറയുള്ളൂ. ചാടി വരും. മബീക്കടെ വണ്ടി കയറുന്നുണ്ടെങ്കിൽ ഏത് വണ്ടി കയറൂടാ, ഏത് വണ്ടി കയറും. മബീക്കടെ ഇറങ്ങി പുള്ളിയുടെ ധൈര്യത്തിന് വണ്ടി ഇവിടെ കയറുന്നുണ്ടെങ്കിൽ വണ്ടി ഇവിടെ പടച്ച എല്ലാ വണ്ടിയും കയറും, എല്ലാ വണ്ടിയും പടച്ചു കയറും. പിന്നെ ഓഫ് റോഡ് വരണ്ടെന്നൂടെ ആരും പറയണ്ട, കാരണം താഴത്തെ 2 ടാസ്ക് മാത്രമേ കോൺക്രീറ്റുള്ളൂ. ഞാൻ വീഡിയോ വെക്കാം, അടിയിൽ വെക്കാം. സുഖമായിട്ട് ബാക്കിയുള്ളതെല്ലാം ഇവിടെ പരന്നിങ്ങനെ നടക്കും. വരാട്ടുമേട് ഇങ്ങനെ പരന്ന് നടക്കും ഓഫ് റോഡെല്ലാം. ഇവിടെ നിന്ന് അങ്ങോട്ട് 2 കിലോമീറ്റർ ഉണ്ട്, അതും പക്ക ഫുൾ ഓഫ് റോഡാണ്. അപ്പൊ എല്ലാരും ആയോ. സുഹൃത്തുക്കളെ, ഈ ഭൂമി എത്ര മനോഹരമാണെന്ന് നോക്ക്. അങ്ങോട്ട് നോക്കൂ. പിന്നെ വേറൊരു കേസുണ്ട്, പാലൊഴുകുംപാറ വറ്റി കിടക്കും കേട്ടോ. അതായത് മാർച്ച് മാസമുള്ള, അല്ല ഇത് പേപ്പറിലാണ്. പാലൊഴുകുംപാറ വറ്റി കിടക്കുക, ഞാൻ കാണിച്ചു തരാം. കണ്ടത് ഇതാണ് പാലൊഴുകുംപാറ, പക്ഷെ അത് വറ്റി കിടക്കുക. കുറച്ചെണ്ണുണ്ടല്ലേ, ഒരു നീർച്ചാലും പോലെ അല്ലേ, ചെറുതായിട്ട്. അതെ, ആ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുമില്ല, വരുമ്പോ എന്തായാലും വെള്ളം കൊണ്ടുവരാ. വണ്ടി കയറ്റി വിടൂലേന്ന്. വണ്ടി കയറ്റിവിടും. ധൈര്യമായിട്ട് വരാം. അവിടെ ഉണ്ട്. അരുണാചൽ പ്രദേശിലെ
സുഹൃത്തുക്കളെ താഴ്ന്നവര് കേറി വരുന്നതാണ്. നമുക്ക് ഇറങ്ങിയാലോ? പക്ഷെ അങ്ങോട്ട് നടക്കാൻ കേട്ടാ. അങ്ങോട്ട് വണ്ടി ഓടിച്ചു പോവാം, 4x4 ഓടിച്ചു പോവാം. അങ്ങോട്ട് പോവാണ്ട് ഒരു 2-2.5 കിലോമീറ്റർ ഉണ്ട്. കോൺക്രീറ്റ് ഇട്ടുണ്ട്. ഫസ്റ്റ് നമ്മളെ കയറിയാണ്. മീൻസ് ജീപ്പും കൊണ്ട്, ബൈക്കും കൊണ്ട് നടന്ന ആൾക്കാർ തന്നെ ഉണ്ട്. പക്ഷെ ജീപ്പും കൊണ്ട് നമ്മുടെ വണ്ടി ആദ്യം കയറിയാണത്. അത്രേ ഉള്ളൂ. അതെ, നടന്ന് താഴെത്തി. എല്ലാവരും ഏറ്റവും ടഫായിട്ട് ഇട്ടിരുന്ന ആ സ്ലഷ് റോഡ്, സ്ലഷ് ഉണ്ടോ അത് ഇവിടെ ആയിരുന്നു. കോൺക്രീറ്റ് ഇത് മുകളിൽ റിസോർട്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ട് പോവാ. ഇവിടെ നിന്നിട്ട് വലിയ കാര്യമില്ലല്ലോ. ഓക്കെ ഗായ്സ്, ബൈ ഗായ്സ്. ഒരു വൻ സീൻ ഉണ്ടായി. ഇറങ്ങി തന്നെ ഒഴിക്കണ്ടല്ലോ, പാമ്പിന്റെ കുഞ്ഞ് കാൽമേ കൂടി തീരെ ചെറുതാ. പക്ഷെ മൂർക്കൻ പത്തിയൊക്കെ എടുത്തി വൻ സാധനം. മബി ഓടി. പാമ്പിനെ ഇവിടെ കണ്ടപ്പോഴേ മബി അവിടെ എത്തി. ഞാൻ ചാടി പുറത്തെറി. ഞാൻ ചാടി പുറത്തെറി. ഇവരാണ് ചെരുപ്പ് തന്നെ, വള്ളി ചെരുപ്പ് ഇട്ടേ. പാമ്പിനെ കണ്ടത് അവന് പുറത്തെറി. മവി ഓടി അറ്റെത്തി. അപ്പൊ ഓക്കെ ബൈ. ലൈറ്റ് തീർന്നു, പോവാണ്. ആരടാ പറഞ്ഞേ വണ്ടി കയറില്ലാന്ന്? അതെ, ആരടാ പറഞ്ഞ വണ്ടി കയറില്ലാന്ന്? പുട്ട് പോലെ ഇറങ്ങി പോണു, പുട്ട് പോലെ കയറി പോണു. വഴിയണ്ട കാണാൻ പറ്റുള്ള വഴി പിടിക്കാനുള്ള. 5 രൂപ ലാഭം. ഇതിൽ കൂടെ എന്തോ 2 വീല് കയറുന്നു കേട്ടാ. ഓഫ് റോഡ് തന്നെ. നല്ല കോൺഫിഡൻസ് വേണം ആൾക്കാർക്ക്. പക്ഷെ ഒന്ന് പേടിച്ച്, പക്ഷെ അത് ഓടിച്ചപ്പോ മാറി. അതൊന്നും കണ്ടില്ല. കണ്ടാ വളവത്തൂർ ബേസിൽ കണ്ടാ അതും തേടിങ്ങും കേറ്റവും കണ്ടാ. இந்த வழிதா போகுது, இந்த வழிதா திரும்பி வருது. അതെ, വല്ലാത്ത എക്സ്പീരിയൻസ്. കണ്ടാ വണ്ടി പിടിക്കണ്ട. മറ്റേ തുണിയണ്ടാ ഇത് വരം. ഇത് അത് പിടിച്ചാണുള്ളത്. അപ്പൊ ഓക്കെ ഗായ്സ്, ബൈ ഗൈസ്. കനാൽ ബോയ്സ്, അതുപോലെ താർ ബോയ്സ്.